ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നുസൈ ഗ്രീൻ. ഇന്ന് നല്ലൊരു ബീഫ് ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ തയ്യാറാക്കിയിട്ടാണ് നമ്മളിന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഗ്രേവി ഇല്ല എന്ന് വെച്ചിട്ടും പൊറോട്ടയുടെയും പത്തിരിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബീഫ് ഫ്രൈ തന്നെ മതിയാവും. കാരണം നല്ല ജ്യൂസി ആയിട്ടാണ് ഇതിലെ ബീഫ് ഉണ്ടാവുക. എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 2 കിലോ ബീഫാണ്. കറിക്ക് കട്ട് ചെയ്യുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലോട് കൂടെയുള്ള ബീഫ് വെച്ചിട്ടും എല്ലില്ലാത്ത ബീഫ് വെച്ചിട്ടും ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കാം. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ള ബീഫിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 കപ്പ് വെളിച്ചെണ്ണ, പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, എങ്കിൽ പോലും വേവിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലതുപോലെ വേവും വേണം. എന്നാൽ വെന്ത് ഉടയാനും പാടില്ല. വെന്ത് ഉടഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് അത് അത്രക്കങ്ങ് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. എന്നാലും അത്യാവശ്യം നല്ലതുപോലെ തന്നെ വേവും വേണം. സാധാ നിങ്ങൾ ബീഫ് എങ്ങനെയാണോ വേവിക്കാറ് അതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 6 വിസിലിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ചും ബീഫിൻ്റെ വേവിനനുസരിച്ചും അതുപോലെ നോക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 10 അല്ലി വെളുത്തുള്ളി, 2 വലിയ പീസ് ഇഞ്ചിയാണ്, അത് ചെറിയ പീസാക്കിയത് മുറിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കേണ്ട കാര്യമില്ല, ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ ഇതിനുണ്ട്. 6 വിസിലിന് ശേഷം ബീഫൊക്കെ വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ബീഫ് വെന്തതിന് ശേഷം ബീഫിൽ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. ഒരു 1/2 കപ്പോളം ഗ്രേവിയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല, അത് ഇതിൽ തന്നെ ഉണ്ടായിക്കോട്ടെ. ഇനി ചൂടുള്ള ബീഫിലേക്ക് തന്നെ നമുക്ക് നേരത്തെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല, 1 ചെറുനാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുള്ള നീര്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ ബീഫ് വേവിച്ച സമയത്ത് ഇത്തിരി ഗ്രേവി ബാക്കി ഉണ്ടായിരുന്നല്ലോ, ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നതോട് കൂടെ തന്നെ അത് കറക്റ്റായി വന്നിട്ടുണ്ട്. മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് ഡ്രൈ ആയിരിക്കണം, ഒട്ടും ലൂസാവരുത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ചൂടായതിന് ശേഷം 1 കപ്പ് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറാവേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് വേവിച്ചിട്ടുള്ള ബീഫ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഫ്രൈ ആക്കി എടുക്കണം. ബീഫ് വേവിക്കുന്ന സമയത്ത് അധികം വെന്ത് ഉടഞ്ഞു പോവരുത് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് അധികം വെന്തുടഞ്ഞു പോയാൽ നമ്മൾ വിചാരിച്ച അത്രക്ക് കണ്ട് പെർഫെക്റ്റായിട്ട് കിട്ടില്ല ഇതിൻ്റെ പീസസ് ഒന്നും. നമുക്ക് ബീഫ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ ബീഫ് നന്നായിട്ട് വേവും വേണം, എന്നാൽ വെന്ത് ഉടയാനും പാടില്ല.
ഇപ്പം നമ്മുടെ ബീഫ് നല്ല കറക്റ്റ് പാകമായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം 1/4 കപ്പ് ചെറിയ ഉള്ളി ചെറിയ പീസാക്കി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറിയ പീസാക്കി അരിഞ്ഞതും ഇതിലേക്ക് 3 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ ബീഫിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ബീഫൊക്കെ എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കുന്നത് തന്നെ ആയിരിക്കും, എങ്കിലും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വെറുതെ ചൂടോട് കൂടെ തന്നെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്